എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോടശ്ശേരി പഞ്ചായത്തിലെ ട്രാംവേ റോഡ്, അതായത് നമ്മുടെ താഴൂർ പള്ളിയുടെ മുന്നിൽ കൂടെയൊക്കെ പോകുന്ന റോഡ്. ഇപ്പം എൻ്റെ പിറകിൽ നിൽക്കുന്നത് വടാശ്ശേരി ജോസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ഫാമിലിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ ജോയ്സ്, അവരുടെ ഭാര്യ, അവരുടെ വീട്ടുകാർ, ഇത് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, ഇത് ഇങ്ങനെ ഫുൾ ടീം ഇവിടെ ഉള്ളവരുണ്ട്. എൻ്റെ പിറകിലൊരു വാഴ നിൽക്കണുണ്ട. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രവാസികളാണ്. ഇപ്പോൾ ഈ ജോസേട്ടൻ്റെ മകൻ ജോയ്സ് ഉൾപ്പെടെ അവരൊക്കെ എല്ലാം ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ലീവിനിടയ്ക്ക് ഇവിടെ വരും. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവർക്കുള്ള സമ്മാനം, നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാരെന്ന നിലയ്ക്ക് നാട് നൽകുന്നൊരു സമ്മാനമാണ് ഇപ്പോൾ ഈ പിറകിൽ വെച്ചേക്കണം. കണ്ട, ഇത് വാഴയാണ്. വാഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുടുംബത്തിന് സ്ഥിരമായിട്ട് ഇവിടെ വാഴ വെച്ച് ഈ റോഡിൻ്റെ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയപ്പെടുത്തലാണ് ഇവരുടെ പരിപാടി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരുപാട് പ്രവാസികൾ പുറത്ത് പോയി കഷ്ടപ്പെടുന്നു, ജോലി ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഈ നാട്ടിൽ കൂടെ കുറേ ആളുകൾ ഇതിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇവിടെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ ഈ താഴൂർ ഭാഗത്തെ കൂടെ, ഈ പള്ളിയുടെ മുന്നിൽ കൂടെയുള്ള റോട്ടിൽ കൂടെ, ട്രാംവേ റോട്ടിൽ കൂടെ ഒന്ന് സഞ്ചരിക്കണം. ഇവിടുത്തെ MP, ഇവിടുത്തെ MLA, ഇവിടുത്തെ മറ്റ് ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒന്ന് സഞ്ചരിക്കണം. ഏതെങ്കിലും കുടുംബങ്ങൾക്ക് ഇതുപോലെ വാഴ വയ്ക്കാനായിട്ട് അവസരം ഏതെങ്കിലും പഞ്ചായത്തുകളിൽ ഫ്രീ ആയിട്ട് കൊടുക്കണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ ഈ ഫാമിലി ഇത് മൂന്നാമത്തെ വാഴയാണ് വയ്ക്കണം. ആദ്യം ഒരു വാഴ വെച്ചു, അത് പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ രണ്ടാമത്തെ വാഴ ഇവിടെ നട്ടിട്ടുണ്ട്, മൂന്നാമത്തെ വാഴ എൻ്റെ തൊട്ട് മുന്നിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ പ്രവാസികളായ ഇവർ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പ്രവാസികൾ വീട്ടുകാരൊക്കെ ആയിട്ട് സന്തോഷിക്കുകയും ഇതൊക്കെ നടത്തുന്ന ഒരു സമയമായിരിക്കും അവധിക്കാലം. പക്ഷേ ഇവരുടെ സമയം എന്ന് പറഞ്ഞാൽ വാഴ വയ്ക്കാനുള്ള സമയമാണ്. അത് പറമ്പിലല്ല വാഴ വയ്ക്കുന്നത്, റോട്ടിലാണ് വാഴ വയ്ക്കുന്നത്. എല്ലാ വർഷവും ഇവർക്ക് വാഴ വയ്ക്കാനായിട്ടുള്ള അവസരം. ഇനിയിപ്പോൾ ഈ ചേട്ടൻ, ഇപ്പോൾ ഈ നിൽക്കുന്ന ജോയ്സ് എന്ന് പറഞ്ഞ ചേട്ടൻ ഇന്ന് പോകും. അപ്പോൾ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ട് കിട്ടിയേക്കണ വലിയ സൗഭാഗ്യങ്ങളാണ്. എന്തായാലും നമുക്ക് ഈ വീട്ടുകാരോട്, നമുക്ക് ഇതിനെപ്പറ്റി, റോഡിനെ പറ്റി നമുക്ക് ഈ വീട്ടുകാരോട് ചോദിച്ചറിയാം എന്താണ് ഈ സംഭവങ്ങൾ, കാര്യങ്ങൾ, ഇവർ എത്രത്തോളം സുഖകരമായിട്ട് ഈ റോഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവരോട് ചോദിച്ചറിയാം. നടക്കാൻ പറ്റില്ല. ഈ റോഡിൽ കൂടെ നടക്കണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എന്തുണ്ടായാലും കാര്യമില്ല. കാരണം അതുപോലെ വെള്ളവും ചെളി, ഒരു റോഡിൽ നിന്ന് ഇറങ്ങി നമുക്കൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥ. കാലത്ത് തന്നെ പള്ളിയിലൊക്കെ പോകുമ്പോൾ മേത്ത് മുഴുവൻ ചെളിയും വെള്ളമായിട്ടാണ് ഈ പോകണം. കാരണം ഒരു വണ്ടി വന്നാൽ നീങ്ങി നിൽക്കാൻ സ്ഥലമില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. ഇത് എന്നും ഈ റോഡ്, എന്നും ഈ ശാപം തന്നെയാണ്. ഞങ്ങൾ പ്രായമായി വരിക, എവിടെയെങ്കിലുമൊക്കെ തട്ടി വീണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞിട്ട് ഇത് എന്തെങ്കിലും ഒരു തീരുമാനം. എന്നിട്ടാണ് ഇന്നലെ കുറച്ച് ഇത്രയും വലിയ ഉരുളങ്കല്ലുകളൊക്കെ അവരടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ ആർക്കെങ്കിലും പറ്റുന്ന വെച്ചാൽ ചെയ്തു തായോ. അത്രയും ബുദ്ധിമുട്ടും വേദന അനുഭവിച്ചിട്ട് പറയണത്. ഒരു റോഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരാവശ്യമുള്ള ഒരു സ്ഥലമാണ്. അത് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ പ്രവാസിയാണ്, 19 വർഷമായിട്ട് പ്രവാസിയാണ്. ഞാനിപ്പോൾ വർഷത്തിൽ ഫാമിലി ആയിട്ട് 2 പ്രാവശ്യം വരും. അല്ലാണ്ട് ഞാൻ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഞാനൊരു 5-6 പ്രാവശ്യം വരും. ഇതുപോലൊരു റോഡ് വേറെ ഒരു സ്ഥലത്തുമില്ല. ഇത്രയും ദുരിതമായിട്ട് ഒരു 4 വർഷത്തിനിടയ്ക്ക് ഇവർ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് വന്നപ്പോൾ ചോദിച്ചു, 1.5 വർഷം മുമ്പ് ഈ സാധനം ഇവർ മറ്റേ പൈപ്പിൻ്റെ പണിക്ക് വേണ്ടി കുത്തി പൊളിച്ചിട്ടേക്കണതാണ്. അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ മഴ മാറി കഴിഞ്ഞാൽ മാറ്റുന്നു, അത് കഴിഞ്ഞാൽ വെയിൽ മാറി കഴിഞ്ഞാൽ മാറ്റുന്നു. ഇവർ ഒരു കാര്യങ്ങളും ചെയ്യണ്ട. ഇതിൻ്റെ ഇടയ്ക്ക് 3 പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറി പോണതല്ലാണ്ട് ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് പറയുന്ന ആളല്ല നാളെ പഞ്ചായത്തിൽ ഉള്ള ആൾക്കാർ. ഇവിടെ ആരാ ഉള്ളതെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പലരോടും ജെയിംസ് എന്ന് പറഞ്ഞ ആളുടെ നമ്പർ, ഞാൻ എൻ്റെ ഇവിടുത്തെ മെമ്പർ ജോർജ് എന്ന് പറഞ്ഞ പുള്ളീനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ജെയിംസ് എന്ന് പറഞ്ഞ ഒരു നമ്പർ വന്നു. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ട് പുള്ളി പ്രതികരിക്കണേ ഇല്ല. ആളെ വിളിച്ച് പ്രാന്ത് പിടിച്ചു. എന്നിട്ടാ പറയണ്ടേന്ന് അറിയില്ല. ഇനിയിപ്പോൾ പഞ്ചായത്തിൽ പോയി, എനിക്ക് നാളെ പോകേണ്ടതാ, പഞ്ചായത്തിൽ പോയിട്ട് അവിടെ എടുക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി എനിക്ക് പോകണം. ഒരു നിവർത്തിയില്ല. ഈ വീട് ഇവിടെ ഉണ്ട്, ഭാര്യ, കുട്ടികൾ, അമ്മയ്ക്ക് 5 മണിയാകുമ്പോൾ പള്ളിയിൽ പോകണം. എന്തോരം പറഞ്ഞാലും അമ്മയ്ക്ക് പള്ളിയിൽ പോകാണ്ടിരിക്കാൻ ഒരു പറ്റില്ല. അത് അമ്മ 5 മണിക്ക് എന്തായാലും പള്ളിയിൽ പോകണ ആളാണ്. ഈ പള്ളിയിൽ പോകാൻ പോലും ഒരു നിവർത്തിയില്ല. വരുമ്പോൾ ചെളിയിൽ കുളിച്ചിട്ടാണ് വരണേ. ഈ കുട്ടികൾക്ക് സൈക്കിള് മേടിച്ച് കൊടുത്തിട്ട് സൈക്കിള് റോഡിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകണേ? എവിടെയാ റോഡ്, എവിടെയാ? അത്രയും മോശമായ അവസ്ഥയാണ്. നിങ്ങൾ കാണുക, ഈ കേരളത്തിൽ ഇതുപോലെ ഒരു റോഡ് എവിടെയെങ്കിലും നിങ്ങൾ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമാധാനം തരാം. ഞാൻ ഈ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കേരളത്തിലും സഞ്ചരിക്കാത്ത വഴികളില്ല. ഇങ്ങനെ ഒരു റോഡ് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. വല്ലാത്തൊരു കഷ്ടമാണ് ഈ റോഡ് ഇങ്ങനെ താറുമാറായി കിടന്നിട്ട് നാളേറെയായി. നിരവധി നിവേദനങ്ങൾ, സമരങ്ങൾ ഈ പഞ്ചായത്തിന് മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ നാട്ടിലെ ജനങ്ങൾ സ്വമേധയാ സമരമായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ ഈ ട്രാംവേ റോഡിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. വാഴ വെച്ചും അതുപോലെ തന്നെ വലിയ സമരങ്ങൾ നടത്താണ്.
പഞ്ചായത്തിന് ഈ കാര്യത്തിനകത്ത് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നിഷ്പ്രയാസം കഴിയും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായൊരു സ്ഥിതി എന്ന് പറയുന്നത്. ഈ പൈപ്പ് ലൈൻ ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് താഴ്ത്തിയ അല്ലെങ്കിൽ താറുമാറായ റോഡ് റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് പഞ്ചായത്ത് മുൻകൈ എടുക്കണം. ഇന്ന് തന്നെ റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി GSP അടിച്ചിട്ട് അത് പ്രോപ്പറായ രീതിയിൽ ചെയ്യണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അത് ചെയ്യേണ്ടതില്ല എന്ന് പറയാണ്. ആരോടാണ് ഈ പഞ്ചായത്ത് ഭരണാധികാരി യുദ്ധം പ്രഖ്യാപിക്കുന്നത്? ഈ പാവപ്പെട്ട സാധാരണക്കാരായ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോടാണോ? ഈ നിലപാടാണ് കോടശ്ശേരിയിലെ പഞ്ചായത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ചെയ്യുന്നത്. ഒരു 4, 5, 6 സമരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനകത്ത് ഉയർന്നു വരുന്ന കാര്യം വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിവേദനം പഞ്ചായത്തിലേക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായ ഒരു നിലപാടും ഈ കാര്യത്തിനകത്ത് പഞ്ചായത്ത് ഭരണാധികാരികൾ സ്വീകരിക്കുന്നില്ല എന്ന പരമദയനീയമായ സ്ഥിതിയുണ്ട്. ഇതുപോലൊരു സ്ഥിതി ഒരു പഞ്ചായത്തിനും വേറെ ഉണ്ടാവും എന്ന് കരുതാൻ വേണ്ടി കഴിയില്ല. ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ കഴിഞ്ഞ വർഷം 2.5 കോടി രൂപയാണ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഈ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയത്. അതായത് നമ്മുടെ റോഡുകളൊക്കെ താറുമാറായ റോഡുകൾ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തന്ന 2.5 കോടി രൂപ കഴിഞ്ഞ വർഷവും ഏകദേശം 3.5 കോടി രൂപ ഈ വർഷവും, അങ്ങനെ ഈ 3.5 വർഷത്തിനിടയിൽ 7 കോടി രൂപ നഷ്ടപ്പെടുത്തിയ പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. പഞ്ചായത്തിൽ ജനങ്ങളുടെ ജീവിത കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ഷേമകാര്യങ്ങളോ അന്വേഷിക്കാൻ വേണ്ടി ഒരു താല്പര്യമില്ല. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആളുകൾ മാറി മാറി വരിക, അധികാരം പിടിക്കുക, അതിനാവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സിംഗിൾ കാര്യം പോലും ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ദയനീയമാണ് കോടശ്ശേരിയിലെ റോഡുകൾ, പ്രത്യേകിച്ച് ട്രാംവേ റോഡ്. ഇത് പരിഹാരം കാണണം. പരിഹാരം കാണാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ സ്വയം സമരമായി മാറുന്ന ആളുകൾ സ്വയം സമരമായി മാറുന്ന സ്ഥിതി ഇവിടെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നോളമില്ലാത്ത ഒരു സമരമാർഗമാണ് ഈ കുടുംബം ചെയ്യുന്നത്. ഈ കുടുംബം ഒരു സമരമാവുകയാണ്. ഈ കുടുംബം ഈ റോഡിന് വേണ്ടിയിട്ട്, ഈ വടാശ്ശേരി ജോസ് എന്ന് പറയുന്ന ഈ ചേട്ടൻ്റെ ഫാമിലി ഒരു സമരമാവുകയാണ്. വാഴ വെച്ചും അതുപോലെ ചെടി നട്ടും റോഡിന് വേണ്ടിയിട്ട് ഒരു കുടുംബം സമരമാകുന്ന അത്ഭുത കാഴ്ചയാണ് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കോടശ്ശേരി പഞ്ചായത്തിലെ ട്രാംവേ റോഡ്, താഴൂർ പള്ളിയുടെ മുന്നിൽ കൂടെ പോകുന്ന ട്രാംവേ റോഡിൽ ഒരു കുടുംബം നടത്തുന്ന ദയനീയമായ സ്ഥിതി എല്ലാ ഭരണാധികാരികളുടെയും മുന്നിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.